ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളി എന്ന വേടന കുരുക്ക് മുറുകുകയാണ്. ഇയാളുടെ തൃശൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 18ലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് പോലീസ് പരിശോധന. ജിജീഷ് കരുണാകരൻ വീണ്ടും ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയായിരുന്നു പോലീസ് കടന്നിരുന്നത്. പ്രത്യേകിച്ച് മറ്റ് തെളിവുകൾ എല്ലാം തന്നെ ശേഖരിക്കുന്ന നടപടികളാണ് പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വേടന്റെ തൃശ്ശൂരിലെ വീട്ടിൽ പോലീസ് സംഘം ഈ കേസ് അന്വേഷിക്കുന്ന ലൈംഗിക പീഡന പരാതി അന്വേഷിക്കുന്ന തൃക്കാക്കര പോലീസ് എത്തിയതും ഒരു മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തതും ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് സൈബർ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. വേടൻ തന്നെ ഉപയോഗിച്ചിരുന്ന ഫോണാണോ എന്നത് സംബന്ധിച്ചും വ്യക്തത വേണം. മുൻകൂർ ജാമ്യ ഹർജി നൽകിയതിന് ശേഷം നിലവിൽ ഇയാൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. വീട്ടിൽ ഇല്ല. മുൻകൂർ ജാമ്യ ഹർജി നൽകി മാറി നിൽക്കുകയാണ്. പീഡന പരാതിയിൽ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ വേടൻ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ കേസിൽപ്പെടുത്തുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു ഈ പരാതിയുടെ ലക്ഷ്യം. പരാതിക്കാരി ആരാധിക എന്ന നിലയിൽ തന്നെ സമീപിച്ചെന്നും അഭിപ്രായ വ്യത്യാസമാണ് പരാതിക്ക് പിന്നിൽ ഉള്ളത് എന്നെല്ലാമായിരുന്നു ഈ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഈ ഒരു പരാതിയെ ഗൗരവത്തിലെടുത്ത് തന്നെ യുവതിയുടെ പരാതിയെ ഗൗരവത്തിലെടുത്ത് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നിരന്തരമായ ഒരു ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നു യുവതിക്ക് എന്ന മൊഴി അത് പോലീസ് ഗൗരവത്തിൽ തന്നെയാണ് എടുക്കുന്നത്. കഴിഞ്ഞ 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 മാർച്ച് വരെ നീണ്ട ലൈംഗിക ചൂഷണമാണ് നടന്നതെന്ന കാര്യമാണ് യുവതി മൊഴിയായി നൽകിയിരിക്കുന്നത്. 2021 ആദ്യം ലൈംഗിക ചൂഷണം നടക്കുന്നത്. അത് തന്റെ ഫ്ളാറ്റിൽ വെച്ച് തന്നെയായിരുന്നു. കോഴിക്കോട്ടെ തന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് എന്ന് യുവതി പറയുന്നുണ്ട്. ഒരു സമൂഹ മാധ്യമ പോസ്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനാണ് അവിടെ എത്തിയത്. അതിനിടയിലാണ് ബലാത്സംഗം ചെയ്തതെന്ന് ഈ പരാതിയിൽ യുവതി ചൂണ്ടിക്കാണിച്ചിരുന്നു. പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയായി വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു ഈ പീഡനങ്ങളെല്ലാം നടത്തിയത് എന്ന കാര്യമാണ് പോലീസിന് നൽകിയ വിശദമായ മൊഴിയിൽ യുവതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് ഈ പരാതി നൽകിയതിന് പിന്നാലെ വേടൻ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയിൽ സമീപിച്ചു. ഹർജിയുമായി ബന്ധപ്പെട്ട് സമീപിക്കുകയും ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയും തനിക്ക് എതിരായ ചില വ്യക്തി താല്പര്യങ്ങളോടെയുള്ള നീക്കമാണ് നടത്തിയതെന്ന മറുവാദം ഉന്നയിക്കുകയും എല്ലാമാണ് വേടൻ ചെയ്തത്. നേരത്തെയും വേടനെതിരെ നിരന്തരമായ ആരോപണങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം ചില കോണുകളിൽ നിന്ന് വേടൻ സംരക്ഷിക്കപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ ലൈംഗിക പീഡന പരാതി, ബലാത്സംഗ പരാതി, അതിഗൗരവമുള്ള ഒരു പരാതി കൂടി വേടനെതിരെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമഗ്രമായ അന്വേഷണം തന്നെ നടത്തി യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യം തന്നെ ഉയരുമ്പോഴാണ് പോലീസ് ഇപ്പോൾ ഈ പരിശോധന അടക്കം നടത്തി മുന്നോട്ട് പോകുന്നത്. ശാസ്ത്രീയ തെളിവുകളും മൊഴികളും എല്ലാം പ്രധാനമാണ്. വീട്ടിൽ ഹിരൺദാസിന്റെ തൃശ്ശൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന, ഹിരൺദാസിന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ളവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്.